വിയറ്റ്നാം കോളനി പോലെ ഒരു കഥയും അത്രയും വിധത്തിലും തരത്തിലുള്ള കഥാപാത്രങ്ങളും ഒക്കെ ഉള്ളൊരു പടവും ടൈറ്റിൽ തന്നെ പവനരച്ച് എഴുതുന്ന എന്ന് പറയുന്ന വളരെ മനോഹരമായിട്ടുള്ളൊരു പാട്ടായിട്ടാണ് തുടങ്ങുന്നത്. അവിടെ നിന്നാണ് നമ്മൾ കൃഷ്ണമൂർത്തിയുടെ ക്യാരക്ടറെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും വരുന്നതും എല്ലാം. അതൊരു വലിയ കോമ്പിനേഷനാണ് നിങ്ങളുടെ പടങ്ങളിൽ അങ്ങനെ പാട്ടുകൾ വന്ന് കയറുന്നത്. ഇപ്പം സിനിമയുടെ കഥാഗതിയിൽ ഒരു പാട്ട് ഇന്നടുത്ത് വരണം എന്നുള്ളത് നമുക്ക് എഴുതുമ്പോൾ വേണമെങ്കിൽ നമ്മുടെ ഒരു ഇമോഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടി വേണമെന്ന് ഫിക്സ് ചെയ്യാം, അല്ലാതെ ഫിക്സ് ചെയ്യാം. ടൈറ്റിൽ ഒരു പാട്ടാക്കാം എന്നുള്ളത് തോന്നിയത് എങ്ങനെയാണ് ആ പടത്തിന്റെ? അത് ടൈറ്റിൽ ഒരു പാട്ടാക്കാന്നല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ആ സമയത്തൊക്കെ മോഹൻലാല് ലോകത്തുള്ള എല്ലാവരും ഇടിച്ചിട്ട് കഴിഞ്ഞു. ഹിന്ദിയിൽ നിന്ന് വരെ വില്ലന്മാര് വന്ന് അവരെയൊക്കെ ഇടിച്ചിട്ട് കഴിഞ്ഞു. അപ്പൊ ഇനി വില്ലനെ വലുതാക്കല് നിവൃത്തിയില്ല. ചെയ്തു 3 വില്ലന്മാരെ ഉണ്ടാക്കി, ഇരുമ്പ് സാങ്ക്, റാവുത്തര് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കി. എന്നിട്ടും മോഹൻലാലിനൊരു ഇരയാവുന്നില്ല. പിന്നെ ചെയ്യാവുന്നത് ഈ എന്താണ്, ചെറിയ വര വരച്ച് മറ്റേ വലുതാക്കാന്ന് പറയുന്നുണ്ട്. എന്ന് പറയുന്നത് ഈ കൃഷ്ണമൂർത്തിയെ ചെറുതാക്കുക എന്ന് പറയുന്നൊരു ആശയത്തിലേക്ക് വന്നു. അങ്ങനെയാണ് ഒരു സാധുവാക്കലാണ് ക്ലാസിക്കൽ പാട്ടൊക്കെ അഗ്രഹാരത്തില് പൂജയൊക്കെ ഇട്ട് നടക്കുന്നത്. അങ്ങനെ ഇയാളെ ചെറുതാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്.